ഭർത്താവിനൊരു ആവശ്യം വന്നു ഞാൻ സഹായിക്കേണ്ടത് ഭാര്യയുടെ ഒരു ഉത്തരവാദിത്വം കടമയൊക്കെ അല്ലേ? അങ്ങനെ ഭാര്യയ്ക്ക് ഒരാവശ്യം വന്നാൽ സഹായിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ? ഉറപ്പായിട്ടും അതെ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിനക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചിട്ടില്ലേ? അങ്ങനെ എന്നെ കൊണ്ട് ഞാനും സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയിരിക്കുക. നിനക്ക് ഈ തേങ്ങയും അടക്കയൊക്കെ വിറ്റതിന്റെ കുറെ പൈസ കയ്യിലില്ലേ? അതെനിക്ക് തരാമോ? ആ പൈസ കണ്ടിട്ട് അമ്മയും മോനും ഇങ്ങനെ തുള്ളുന്നതല്ലേ? അത് തരത്തില്ല. അതെനിക്ക് വേറെ ആവശ്യമുണ്ട്. എനിക്ക് അത്യാവശ്യമല്ലേ. ഞാൻ ആ സ്ഥലം വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് അലമാരിക്കകത്ത് വെച്ചു. അത് അവിടെ നിന്ന് ആരോ എടുത്തോണ്ട് പോയി. അതിപ്പോ പകുതി വേണുകുട്ടന് കൊടുക്കണ്ടല്ലേ? അവൻ ചോദിച്ചോണ്ട് വന്ന് അവിടെ കിടന്ന് തുള്ളുകാന്നേ. അപ്പൊ വേണുകുട്ടന് കൊടുക്കാനാ നിങ്ങൾ എന്നോട് പൈസ ചോദിക്കുന്നത്? അതെ. വേണുകുട്ടൻ പറഞ്ഞ പുതിയ ഐഡിയ ആണോ ഇത്? അവൻ പറഞ്ഞ ഐഡിയയും കിടിയൊന്നും അല്ല. എന്നാ നിങ്ങളെ ഐഡിയ ആയിരിക്കും. ഇത് ഐഡിയൊന്നും അല്ല. അവന് പകുതി പൈസ കൊടുക്കണ്ട. ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? ആരും അങ്ങോട്ട് ചുട്ടുപോയി. ആ പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് സംസാരിക്കണ്ട. അത് തരത്തില്ല. എന്തൊരു കാലമായത്. എനിക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിൽക്കുന്ന തേങ്ങയും അടക്കയൊക്കെ എടുത്ത് വിറ്റ് അവള് പൈസ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തരത്തില്ല. ഗതികേട് തന്നെ മനുഷ്യന്റെ. നീ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറഞ്ഞോട് നടക്കോ? ഞാൻ എന്ത് പറഞ്ഞെന്നാ? നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ വേണുങ്ങളുടെ അടുത്ത് ഞാൻ പൈസ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ? ശരി, വേണുങ്ങൾ പറയണ കേട്ടിട്ടാണ് ചേച്ചി ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ വേണുങ്ങൾ പറഞ്ഞു കേട്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. അല്ലെ ഞാൻ ഇപ്പൊ കല്യാണില്ലേ? ചേച്ചി അമ്മയടുത്ത് പറഞ്ഞല്ലേ ചേച്ചി കാശ് എടുക്കുമെന്ന് അലമാരേന്ന്? ഞാൻ അങ്ങനെ പലതും പറയും. ഞാൻ കാശ് എടുക്കുന്നു. നീ കണ്ടോ? കണ്ടില്ല. പിന്നെ പക്ഷെ ചേച്ചി പറഞ്ഞു. പിന്നെ ചേച്ചിക്ക് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ നിരീക്ഷണത്തിലും പിന്നെ ഇവിടുത്തെ ആ സാഹചര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് ചേച്ചി കാശെടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. നീ അങ്ങനെ നിരീക്ഷിച്ച് ഞാൻ പൈസ എടുക്കുന്നു പറയോ? നീ പറയൂ. പറയൂ. കാശ് എടുക്കുമെന്ന് ഞാൻ പറയുന്നത് നിരീക്ഷിക്കും. ഇനി മേലാക്ക നീ എന്നെ നിരീക്ഷിക്കുമെന്ന് തലൊട്ടിച്ച് പൊട്ടിക്കും ഞാൻ നിരീക്ഷിക്കും. ഇനി നിരീക്ഷിക്കോ? നീ നിരീക്ഷിക്കും. കൈ പിടിച്ചെടുക്കില്ല, ഒരു കൈയേ ഉള്ളൂ. ഞാൻ നിരീക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിരീക്ഷിക്കോ? ഞാൻ തിരിച്ചു ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് എന്നെ വെറുതെ ചൂണ്ട് നുള്ളേക്കും ചേർത്തിട്ടല്ലോ. തിരിച്ച് നീ ചെയ്താലും ചെയ്തില്ലേ ഞാൻ തിരിച്ചു ചെയ്യും. ചേട്ടാ, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി മോഷ്ടിച്ചില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ടില്ല. ചാൻസ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഉറപ്പില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമൊക്കെ നീ എന്തിനാ പറയാൻ നിൽക്കണേ? ചേട്ടാ, അച്ഛൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാൻ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? എന്നാ പിന്നെ നിനക്ക് അമ്മയുടെ കാര്യം പറഞ്ഞൂടാ? അമ്മ അച്ഛമ്മയുടെ പൈസ ഒളിപ്പിച്ചു വെച്ചില്ല. അതൊന്നും നീ പറഞ്ഞില്ലല്ലോ. എന്റെ കാര്യം മാത്രം എന്തിനാണ് ഇങ്ങനെ പറയണേ? അച്ഛമ്മയുടെ പറയാൻ എനിക്ക് മൂടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ പറയാൻ നിനക്ക് ഇവിടെ മൂട് വന്നേ? നമ്മള് ചങ്കും ഇല്ല. എനിക്ക് ചേച്ചിയുടെ പേരല്ലേ പറയാൻ പറ്റൂ. ചങ്കും ചുങ്കാന്ന് പറഞ്ഞോണ്ട് ഇനി എന്റെ പേര് കണ്ണിൽ വലിച്ചടിച്ചാണ്ടില്ല. കുത്തു ഞാൻ. എന്തുവാ? എന്തിനാ വെറുതെ? അത് കഴിഞ്ഞില്ലേ? ചേച്ചി എടുത്തില്ല. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യാനാ? ഞാൻ ഇപ്പൊ കല്യാണില്ലേ? ആയില്ലല്ലോ. ആയനില്ലേ? ആയില്ലല്ലോ. ആയനില്ലേ? ശരി, നീ റിപ്പീറ്റ് ചെയ്യൂ. ക്ഷമിക്കുക. ഇല്ല. സോറി പറ. സോറി. പ്രകാശി, ആ പൈസ എനിക്ക് പോയിട്ട് 100 കൂട്ടം പരിപാടി ഉണ്ടെന്ന്. എടാ, ഞാൻ കാശ് പതുക്കെ തന്നാ മതിയോടാ. എനിക്ക് മനസ്സിലായി പ്രകാശി, നിങ്ങൾ എന്നെ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ എന്തിനാണ് നിന്നെ ഒതുക്കുന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ 50% കമ്മീഷൻ ചോദിച്ചപ്പോഴേ നിങ്ങളുടെ പ്ലാനിങ് എന്നെ ഒതുക്കി കളയാനായിട്ട്. എടാ, ഞാൻ തമാശ പറഞ്ഞല്ല. വേണ്ട. ഇനി കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ ഇനി ഒരു പരിപാടിയില്ല. നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഗുഡ് ബൈ. നമ്മള് സഹോദരങ്ങളല്ലേ? പറ്റുമെങ്കിൽ ആ ഷാപ്പിന്റെ അവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് മിണ്ടിയാ മതി. അത്രേ ഉള്ളൂ. ഒരു വിഷമം ഉണ്ടാക്കുന്ന ഡയലോഗ് അടിക്കില്ല കേട്ടാ. പ്രകാശിന്റെ അമ്മ, നിങ്ങൾക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ വേണുക്കുട്ടാന്ന് പറയേണ്ട വരികയല്ല. ഞാനും പ്രകാശും തമ്മിൽ പിരിഞ്ഞു. നല്ല കാര്യം. ഇറങ്ങിപ്പോടാ. പ്രകാശി, ഇനി വരുന്ന പാർട്ട്ണറെങ്കിലും നിങ്ങൾ ഇതുപോലെ പെരുമാറരുത് കേട്ടോ. നീ എന്നെ വിശ്വസിക്കടാ. ഒരു വിശ്വാസമില്ല, എനിക്ക് മതിയായി. അവൻ പോണെങ്കിൽ പോട്ടറാ. നിനക്ക് നല്ല പാർട്ട്ണറെ കിട്ടൂടാ. കിട്ടും. അമ്മയോട് നോക്കിയിരുന്നോ കിട്ടുമെന്ന് പറഞ്ഞു. ആ കിട്ടൂടാ. കിട്ടും. എടാ പ്രകാശ, നിന്റെ അലമാര ഇരുന്ന പൈസ ഉണ്ടല്ലോ, അത് ഞാനും എടുത്തിരുന്നു. അമ്മയാണോ അതെടുത്തത്? പച്ച കള്ളി. പച്ച സാരി കൊടുത്ത് തന്നിട്ട് വന്നിരിക്കണം പൈസ അടിച്ചു മാറ്റിട്ട്. ഒറ്റ കുഴിച്ചു വന്നോട്ടല്ലോ. അമ്മ എന്തിനാ അമ്മ ഇതെടുത്തേ? ഇവിടെ എന്റെ പറമ്പിൽ അടക്കിയ തേങ്ങ വിറ്റ ആദായം നിന്റെ പെണ്ണുമ്പോൾ അലമാരി എടുത്ത് പൂത്തു വെച്ചിരിക്കുക. ഞാനും ഇങ്ങോട്ടോട്ട് പോന്നു. എന്റെ അമ്മ അത് അടക്കാൻ തേങ്ങ വിറ്റ് ആദായമൊന്നും അല്ല. ഞാൻ ഇവനും കൂടെ വണ്ടി മറിച്ച് വിറ്റ് എന്റെ കമ്മീഷനാ. അതാ കൊണ്ട് അവളുടെ മേക്കപ്പ് ബോക്സിൽ ഒളിച്ചു വെച്ചത്. ഇനി ഇപ്പം അവന് ഇതിന്റെ 40% 50% കമ്മീഷൻ 7500 രൂപ ഇവന് കൊടുക്കേണ്ടതാ. ആ നിന്റെ പൈസ പുഷ്പയുടെയും പൈസ അല്ലേ?
അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇതെന്താണ് ഈ പറയണത്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അമ്മയും മോനെ എന്ത് വേണം ആയിക്കോ, എന്റെ ആ 7500 രൂപ നേരെ. അതൊക്കെ ഞാനേ സരിതയുടെ അക്കൗണ്ടിൽ കൊണ്ടിട്ടു കേട്ടോ. സരിതയുടെ അക്കൗണ്ടിലോ? അമ്മ ആ പൈസ തന്നേക്കമ്മ, ഞാൻ പോയേക്കാം. ഞാൻ പോയേക്കാം, ഒന്ന് പോരാക്കാം. പോയി മേടിയില് നീ സരിതയോടും. എന്തൊരു ഇതാണ് ഇവര്. എന്തൊരു കഷ്ടമായി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, ഞാൻ അറിയാത്ത കാര്യമാണ്. പ്രകാശ് സോറി, ഞാൻ നിങ്ങളെ അറിയാണ്ട് തെറ്റിദ്ധരിച്ചു പോയതാ. ഓ ഒന്നും വേണ്ട. നീ എന്നോട് 50% അല്ലേ ചോദിച്ചത്? നീ ആ സരിതയെ പോയി കണ്ടിട്ട്, നിന്റെ ക്ലാസ്മേറ്റ് ആണല്ലോ, അവിടെ ചോദിച്ചാൽ തരും 100%. ആ 15,000 രൂപ നീ മേടിച്ചെടുത്തു, എനിക്ക് 1 രൂപ വേണ്ട. പ്രകാശ് എനിക്ക് അത്രയും വേണ്ട, എനിക്ക് നിങ്ങൾ ആ 40% മേടിച്ചു തന്നാൽ മതി. വേണ്ടടാ, നീ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലേ അത് ഇവിടെ ഇരിപ്പുണ്ട്. നീ പോയി മുഴുവൻ 100% മേടിച്ച് നീ അങ്ങ് പൊക്കോ. ഇനി നമ്മൾ തമ്മിൽ ഒരു കച്ചവടവും വേണ്ട. പ്രകാശ് ഓടാ, പറയണ കേക്ക്. പോയി പണി നോക്ക്, പോടാ. അപ്പൊ ആ പൈസയുടെ കാര്യം ഗോവിന്ദ. മകളെ ആഹാ, സുന്ദരനായല്ലോ. ഞാൻ അല്ലെങ്കിൽ സുന്ദരനല്ലേടി? ആ, അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്രയും സൗന്ദര്യം നിനക്കില്ല. ഞാൻ കുറെ കൂടെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെയാ മനസ്സിൽ കണ്ടിരുന്നത്. ആ, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിച്ചോ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ സമ്മതിക്കൂലെന്നല്ലേ? നിന്റെ സമ്മതം ആർക്ക് വേണം? അപ്പൊ നിങ്ങൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമല്ല അല്ലേ? അതല്ല, കാണാൻ നിന്നെക്കാളും സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടിയാലും നിന്റെ അത്രയും നല്ല സ്നേഹമുള്ള മനസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടിയെന്ന് വരില്ലല്ലോ. ആ, എന്നാ എനിക്കും അതുപോലെ തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ 24 മണിക്കൂറും വഴക്കാണേലും പിന്നെയും സ്നേഹത്തോടെ അടുത്ത് പെരുമാറി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അച്ഛനോടാ നന്ദി പറയേണ്ടത്. നിന്റെ അച്ഛനോട് എന്തിനാ നന്ദി പറയുന്നത്? അല്ല, നമ്മുടെ കല്യാണം നടത്തി തന്നതിന്. എടി, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ കല്യാണം നടന്നത്. അപ്പൊ നീ എന്നോടല്ലേ നന്ദി പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നടന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് നന്ദി പറയണ്ടേ? ഒരു പണി ചെയ്യ്, നീ കണ്ണായുടെ മുമ്പിൽ പോയി നിന്നിട്ടേ ഡെയിലി നിന്റെ മുഖം നോക്കി നീ തന്നെ നന്ദി പറ. എന്നാലും ഞാൻ നിന്റെ അച്ഛനോട് നന്ദി പറയത്തില്ല. ആ, നിങ്ങൾ പറയണ്ട. ഓ, എന്നാ വേറൊരു കാര്യമുണ്ട്. എന്താണ് വേറൊരു കാര്യം? എൻ്റെ അച്ഛൻ എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ചിട്ട്. എന്തോ സർപ്രൈസ്? വല്ല വാഴപ്പിണ്ടിയോ വല്ല കൂമ്പുകൊലയോ ഒക്കെ ആയിരിക്കും കൊണ്ടിരുന്നത് സർപ്രൈസ്. അതൊന്നല്ല. പിന്നെന്താ? അതെന്തോ പൈസ കിട്ടുന്ന കാര്യമെന്നാ പറഞ്ഞ്. എന്താ പൈസ? പൈസ കിട്ടുന്ന കാര്യം? സത്യം? സത്യം. എന്തുവാ സർപ്രൈസ് നീ ചോദിക്കുക? അത് സർപ്രൈസ് അല്ലേ, അത് കിട്ടുമ്പോ അല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും നീ ഒന്നും പതുക്കെ നൈസായിട്ടൊന്ന് സോപ്പിട്ട് എന്താണ് ഈ സർപ്രൈസ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ശ്രമിക്കും. അത് ഞാൻ ശ്രമിക്കാം, വിളിച്ചോക്കാം. ചേച്ചി, ആ കഴിഞ്ഞ ചോദ്യം ചോദിക്കട്ടെ? എനിക്കൊരു ഡൗട്ട് ചോദിക്കണം, വളരെ നല്ലതാ, ചോദിക്കും. ഈ ചേച്ചി എന്തിനാ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയത്? അവിടെ ആയിരുന്നു പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ എന്നാ പറയണോ നല്ല വിന്റേജ് കുക്കിംഗ് സ്റ്റൈൽസ് പഠിക്കാൻ. നിനക്ക് ഒരുപാട് ഡൗട്ട് കൂടുന്നുണ്ട്. ഞാൻ അമ്മേനെ വിളിക്കട്ടെ? ആ, എന്നാ പഠിക്കുന്നു. അല്ല, ഡൗട്ട് അതല്ല, ശരിക്കും എന്താ വെച്ചാ ഞാൻ അച്ഛൻ്റെ പോലെ ഒരു കച്ചവടക്കാരനായാലോ. ഈ പഠിക്കണ സമയത്ത് എനിക്ക് അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ മതി, നല്ല ട്രിക്സ് ഒക്കെ പഠിക്കാം. ആണാ? അമ്മ പഠി. എടാ പൊണ്ണി, അച്ഛമ്മയ്ക്ക് ഒരു സഹായം ചെയ്യോ മക്കളെ? കണ്ടാ അച്ഛമ്മ എന്നോട് സഹായം ചോദിക്കാൻ വന്നേ. എന്താ അച്ഛമ്മ? മക്കളെ, അച്ഛമ്മയ്ക്ക് എംപോസിഷൻ എഴുതാനുള്ള എളുപ്പ വഴി ഒന്ന് പറഞ്ഞുതരാവോടാ? സോറി അച്ഛമ്മ, ഒരു എളുപ്പ വഴിയില്ല. എടാ, അച്ഛമ്മയ്ക്ക് ഒന്ന് എഴുതിത്താടാ മക്കളെ. ഞാനോ? ആ, അത് ക്ലാസ്സിൽ ഇരിക്കുമ്പോ ശരിക്കും പഠിക്കണമായിരുന്നു. എനിക്ക് എന്റെ തന്നെ എഴുതാൻ സമയമില്ല. അപ്പോഴാണോ അച്ഛമ്മേൻ്റെത്? എടാ ഒന്ന് എഴുതിത്താടാ. ഞാൻ പിന്നെ ആരോട് ചോദിക്കാൻ? എന്റെ മോനല്ലേടാ, ഒന്ന് എഴുതിത്താ. എഴുതി തരൂല, പക്ഷെ ഒരു എളുപ്പ വഴി ഉണ്ട്. അതെന്താടാ? ഞാൻ അതുവരെ ആരോടും പറയാത്തതാണ്. ആരോടും പറയണ്ടേ? ഇല്ല, പറ. അച്ഛമ്മ കുറച്ച് കാർബൺ പേപ്പർ വാങ്ങിയിട്ട് ആ പേപ്പറിന് ഉള്ളിൽ ഇട്ടിട്ട് ഒരു പേന കൊണ്ട് എഴുതാ. നല്ല ട്രിക്കല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ടീച്ചർ എങ്ങാണ്ട് കണ്ടുപിടിച്ച ടീച്ചർ ഉറപ്പാ. അല്ലെങ്കിൽ അച്ഛമ്മക്ക് ടീച്ചർ ഉറപ്പാ. അച്ഛമ്മയുടെ ഇമ്പോസിഷൻ അല്ലേ, അച്ഛമ്മ സ്വന്തമായിട്ട് എഴുതണം. നീ കൂടി വേണേ, എന്നാ നീ എഴുതിത്താങ്ങോ. ഞാൻ എഴുതി തരത്തില്ല. ഞാൻ ടീച്ചറിനെ വിളിച്ച് പറയുവേ. പറഞ്ഞോ, ഒന്ന് സഹായിക്കടാ. നീ എഴുതി കൊടുക്കരുത്, നീ കൊണ്ടിരിക്കടാ, നീ പഠിക്ക്. അച്ഛമ്മയല്ലേ നമ്മുടെ കുത്തിഞ്ഞ് ഉണ്ടായിക്കടാ അവിടെ.
അച്ഛമ്മ സ്വന്തമായിട്ട് എഴുതിയാൽ മതി. അച്ഛമ്മയുടെ ഇമ്പോസിഷൻ ആണോ? ആണോ? ആ എന്നാ അച്ഛമ്മ തന്നെ എഴുതണം. എടി മോളെ, അതേ അച്ഛമ്മയുടെ കൈക്കകത്ത് പണ്ട് ഒടിഞ്ഞിട്ട് സ്റ്റീൽ ഇട്ടിരിക്കുന്ന, ഇനി ആ എംപോസിഷൻ എഴുതിയാൽ പിന്നെ ഇത് സ്റ്റീൽ ഇടേണ്ടി വരും. അത് ഭയങ്കര വേദനയുണ്ട് എഴുതുമ്പോ. അച്ഛമ്മ എഴുതിയേ പറ്റുള്ളൂ. ഒന്ന് സഹായിക്കടി കുഞ്ഞെ. ഒരടവും നടക്കത്തില്ല. പോയി എഴുതു, പോയി ഇമ്പോസിഷൻ എഴുതു. കുരുത്തം കിട്ടത്. ചേച്ചി എന്താ ചേച്ചിയുടെ കുഴപ്പം ഞാൻ എഴുതി കൊടുത്ത? എടാ അത് അച്ഛമ്മയുടെ ഇമ്പോസിഷൻ ആടാ. പിന്നെ ഞാൻ ഇന്നേ വരെ കള്ളത്തരം കാണിക്കാണ്ട് സത്യസന്ധമായിട്ടാണ് പഠിച്ചിവിടം വരെ എത്തിയത്. അതുകൊണ്ട് എന്റെ അച്ഛമ്മ കള്ളത്തരം കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ടാണോ ഇവിടെ ജോലിയും കോലിയും ഇല്ലാതെ ഇരിക്കണത്? ഉണ്ടല്ലോ പഠിക്കാനൊന്നുമില്ലേ? ചുമ്മാ എന്റെ ജോലിയും കൂലിയും ആലോചിച്ചോണ്ടിരിക്കണത്. സമ്മാനം സമ്മാനം സമ്മാനം. ഇതാ ചായ ഇതാ. ചായ ഞാൻ ചോദിച്ചില്ലായിരുന്നല്ലേ. അല്ല ചായ കുടിക്കണം ഇപ്പം തോന്നിയിട്ടില്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പം ചായ കുടിക്കണമെന്നൊരു ആഗ്രഹം വന്നതേ ഉള്ളൂ. ആ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചായ ഇട്ടത്. മനപ്പുറത്ത് നോക്കണം നമ്മളെ. ഗംഭീരം ഗംഭീരം. നല്ല ടേസ്റ്റ്. ഞാൻ മനസ്സറിഞ്ഞിട്ട ചായ. ടേസ്റ്റ്. അസലയാ. പിന്നെ ഉണ്ടല്ലോ അച്ഛൻ വിളിച്ചായിരുന്നു. തരാൻ പോകുന്ന ആ സർപ്രൈസിനെ പറ്റി നീ ചോദിച്ചോ? അല്ല സ്ഥലമൊക്കെ ആണോ എഴുതരുന്നേ? അല്ല അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ അനുസരിക്കുമോ? എടാ നീ പറഞ്ഞ എന്തുവാ ഞാൻ അനുസരിക്കാത്തത്? അമ്പളെ മാനം പിടിച്ചോണ്ടിരാ? ഞാൻ മണി ഇപ്പൊ പിടിച്ചോണ്ടിരാ? അതൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. എല്ലാ ദിവസവും നിങ്ങൾ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചോറ്റും പാത്രമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ മേടിച്ച് നിങ്ങൾ എന്നോട് ബായിയൊക്കെ പറഞ്ഞു ഓഫീസിലേക്ക് പോകുന്നത് കാണാനേ എനിക്കിഷ്ടം. ആ അതിന് വേറൊരു വഴിയുണ്ട്. നാളെ തൊട്ട് ഞാൻ ഈ സ്ഥല കച്ചവടത്തിനൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നീ എനിക്ക് ചോറ്റുപാത്രത്തിൽ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ നിനക്ക് ചാച്ചയൊക്കെ തന്നിട്ട് പോയാൽ പോരെ? എങ്ങനെയുണ്ട് ഐഡിയ? അല്ല അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പാൻറ്റാണ് പ്രശ്നമെങ്കിൽ ആ പാൻറ്റോ ഇനി നീ പറഞ്ഞാൽ ബെർമൂഡോ വേണേലും ഞാൻ ഇടാം. അതൊന്നും ഒരു വിഷയമല്ല. അല്ല അങ്ങനെ പോകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഓഫീസിൽ സ്ഥിരമായിട്ട് ജോലിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ അതൊരു പണി ചെയ്യാം. ഞാനൊരു ഓഫീസ് ജോലിക്ക് ശ്രമിക്കാം. അത് വേണ്ട. വേറൊരു ജോലി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓ പറ കേക്കട്ടെ. ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസ് ജോബാ? ആ അങ്ങനെയും പറയാം. അവിടുത്തെ ഫയലൊക്കെ വേറൊരു ഓഫീസിൽ എത്തിക്കണം. 3-4 ഓഫീസ് ഉണ്ടല്ലേ? ഒരു ഓഫീസിലെ ഫയൽ വേറെ ഓഫീസിൽ എത്തിക്കണം. പിന്നെ അവിടുത്തെ പേഷ്യന്റിന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഫയല് ഒരു ഓഫീസിൽ നിന്ന് വേറൊരു ഓഫീസിൽ എത്തിക്കണം. പേഷ്യൻസിനെ സഹായിക്കണം. അറ്റൻഡർ പണിയാ? അങ്ങനെയും പറയാം. നിന്റെ അച്ഛൻ കാലിനോട് പറയടി. എൻ്റെ അച്ഛനെ പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് അറ്റൻഡർ പണി ആയതുകൊണ്ടാണ് പ്രശ്നം. എന്നാ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ പണി മേടിച്ചു തരാം എൻ്റെ അച്ഛൻ. പോയേ എന്താ ഇതിന് പോയാൽ എന്താ പ്രശ്നം? പോയില്ലല്ലോ എന്താ കുഴപ്പം? നിങ്ങൾ പോണം. നിന്റെ അച്ഛൻ കാലം കലാറു പോവാൻ. അയാൾ കണ്ടുപിടിച്ചു മരുമോൻ ഉണ്ടാക്കി തന്നൊരു സർപ്രൈസ് ജോലി. അയക്കാകുമ്പോഴേ അയാളുടെ ജോലി അവിടെ നടക്കുകയും ചെയ്യും. കാരനല്ലേ? അവിടെ വരുന്ന രോഗികളൊക്കെ കൊന്നയക്കാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. പന്ന ചായ ഓടി. ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്നെ കൊണ്ട് ഈ എംപോസിഷൻ എഴുതിച്ച ടീച്ചറിനെ ചാട്ടവാറിനടിക്കണം. അച്ഛമ്മ ആരെ ചാട്ടവാറിന് അടിക്കുന്ന കാര്യം പറയണേ? നിന്നെ ഞാൻ ചെയ്തു. എടി നീയല്ലേ ആ പുണ്യെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ എംപോസിഷൻ എഴുതിക്കാന്ന് വെച്ചപ്പോ നീ അതിനകത്ത് ഇടയ്ക്ക് കയറിയതിനാ. അച്ഛമ്മയ്ക്ക് എന്താ ബോധമില്ലേ? അവൻ കൊച്ചുകുട്ടിയല്ലേ? അവന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചേച്ചിയായ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യണോ? അപ്പോൾ എംപോസിഷൻ എഴുന്നേലും കുഴപ്പമൊന്നുമില്ല, കോപ്പി എഴുന്നേലൊന്നും കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? ഞാൻ എത്ര പേരെ കൊണ്ട് എഴുതിപ്പിച്ചേക്കുന്നു. നീ പഠിക്കുന്ന കാലത്തായിരുന്നെങ്കിലേ എനിക്കും ആരെ കൊണ്ടെങ്കിലും ഒക്കെ എഴുതിക്കായിരുന്നല്ലോടി. അയ്യോ ചുമ്മാ അതൊന്നും ആരും എഴുതി തരത്തില്ല. പിന്നെ അവർക്ക് മറ്റേ സിപ്പപ്പും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് അവരെ എനിക്ക് എഴുതി തന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? അച്ഛമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. എന്നാ എഴുതിത്താ മക്കളെ, നല്ലതേ എൻ്റെ മക്കൾക്ക് വരുള്ളൂ. വെറുതെ അല്ലേ? പിന്നല്ലാതെ. എത്ര ഇമ്പോസിഷൻ എഴുതണ്ടേ? അത് 100 ഉണ്ടടി. 100 ഉണ്ടല്ലേ? അപ്പൊ ഒരു ഇമ്പോസിഷന് 10 രൂപ വെച്ച് നോക്കുമ്പോ 100 1000 രൂപ. 1000 രൂപ ഞാൻ തരണമെന്നോ എഴുതണമെങ്കിൽ? പിന്നല്ലാണ്ട് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്താ?
എടി കുഞ്ഞ നിനക്ക് ഞാൻ എന്തേരം മിഠായി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു തന്നാ സിബപ്പും ഒക്കെ മേടിച്ചു തന്നല്ലേ മക്കളെ. അത് കൊച്ചുനാളില് കൊച്ചുനാളിൽ അതൊക്കെ മതിയായിരുന്നു. ഇപ്പൊ നമുക്ക് കാശാണല്ലോ ആവശ്യം. അപ്പൊ അച്ഛമ്മ 10 രൂപ വെച്ച് ഒരു ഇമ്പോസിഷൻ തന്നാൽ മതി. ഞാൻ 20 രൂപ ചോദിക്കുന്ന 10 രൂപയല്ലേ. എടി അത് ഇച്ചിരി കൂടുതൽ 1000 രൂപയൊക്കെ ഒരു ഇമ്പോസിഷൻ എന്തുവാടി പറയുന്നു? അച്ഛമ്മ ആരും ഫ്രീ ആയിട്ടൊന്നും തരത്തില്ല. അച്ഛമ്മക്ക് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പോവാ. ആ എന്താണേലും എഴുതണ്ടേ, അല്ലെങ്കിൽ ടീച്ചർ എന്നെ വഴക്കുറ. ആ ശരി, ഞാനങ്ങ് സമ്മതിച്ചു. കച്ചവടം ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. ഓക്കെ. എന്ത് കച്ചവടത്തിന്റെ കാര്യം അച്ഛമ്മ ഇവിടെ പറയുന്നത്? ഒരു കച്ചവടമില്ല, നീ പോയേ. എടാ സാക്ഷരതാ ക്ലാസ്സിലെ എനിക്ക് അമ്പോസിഷൻ തന്നിട്ടുണ്ട്, അത് എനിക്ക് ഇവിടെ എഴുതി തരാന്ന് പറഞ്ഞു. ഇവളാ? അച്ഛമ്മക്ക് അറിയാലോ, അച്ഛന്റെ കച്ചവട ബുദ്ധി മൊത്തം കിട്ടിയേക്കുന്ന ആർക്കാ? എനിക്ക് അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കണ്ട, ഞാൻ സെറ്റാക്കി തരാം. ഇവിടെ എത്ര രൂപ പറഞ്ഞ എഴുതി തരാൻ വേണ്ടി? ഒരെണ്ണത്തിന് 10 രൂപ, ഒരു എമ്പോസിഷൻ എഴുതുന്ന 10 രൂപ, അങ്ങനെ 1000 രൂപ കൊടുക്കാൻ പറഞ്ഞു. 1000 രൂപയാ? ഇവിടെ അച്ഛമ്മ പറ്റിക്കും അച്ഛമ്മ. 1000 രൂപ എമ്പോ എഴുതാം, കള്ളി. നീ എന്തിനു ഇങ്ങോട്ട് കയറി വന്നേ? അത് ഞാൻ വന്നേ, അമ്മ എന്നെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി. എന്നിട്ട് നീ ഇവിടെ നിന്ന് വാചകം അടിക്കുവാ? ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട്. അപ്പൊ എംബോസിന്റെ കാര്യം പറയണ്ടേ? അത് പറഞ്ഞോളാം, വാ ഇങ്ങോട്ട്. എടി അപ്പൊ ഇത് എഴുതൂലേടി? ആ എഴുതാം. ഓ എന്നാലും ഇച്ചിരി കടുപ്പായി പോയി. 1000 രൂപ. ആ സാരമില്ല, കാര്യം നടക്കണ്ടേ. അമ്മ കൊറേ നേരമായില്ലേ ഞങ്ങള് വിളിച്ചു വരുത്തിട്ട്, എന്താ കാര്യം എന്ന് പറ. കൃഷ്ണ വരട്ടെ എന്നിട്ട് പറയാം. എത്ര നേരായടാ? ഞാൻ നിങ്ങളെ പറ്റി അടുക്കളയിൽ പോയി, പിന്നെ എങ്ങോട്ട് വന്നാ? പിന്നെ ഒരുത്തിയോടെ അച്ഛമ്മയായിട്ട് എന്തോ ഡീലിങ്സ് ഒക്കെ സെറ്റാക്കുമായിരുന്നു. എന്നിട്ടില്ല? ഒരു റീഡിയിലും ഇല്ല അമ്മ, ഞാൻ കുറച്ച് തിരക്കായിരുന്നു. ഓ ഭയങ്കര തിരക്ക്, ഞങ്ങൾക്കൊന്നും തിരക്കില്ലല്ലോ. അയ്യോ ചേച്ചിക്ക് എന്താണാവോ തിരക്ക് ഇത്രക്ക്? എനിക്ക് തിരക്കൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര തിരക്കുള്ള ആളല്ലേ. അമ്മയ്ക്ക് തിരക്കുണ്ടോ അമ്മ? ഇല്ലേ? അമ്മ, ഈ ചേച്ചിമാരെ അടി ഉണ്ടാക്കി ഇപ്പൊ ഒന്നും തീരൂല. അമ്മ കാര്യം പറ. ഡാടാ, നീ നേരത്തെ ചോദിച്ച വ്യത്യസ്തമായ ഡൗട്ട് ഞാൻ എടുത്ത് പറയട്ടെ. അമ്മ ലാഗടിപ്പിക്കാതെ കാര്യം പറ. എടാ മക്കളെ, നിങ്ങളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ഒരു ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നാ? നല്ല അഭിപ്രായല്ലേ? അല്ലേ? പിന്നെ ആരെങ്കിലും അച്ഛൻ ജോലിയും കൂലിയും ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ജോലി ഉണ്ടെന്ന്. അമ്മ, ഈ അച്ഛന് പിന്നെ സ്ഥിരം സാലറി ഒക്കെ കിട്ടല്ലോ, അപ്പൊ എനിക്ക് മന്തി ഒന്നും കഴിക്കാലോ. എടാ സഞ്ജു, നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? ആദ്യം അച്ഛന്റെ ജോലി എന്താന്ന് പറഞ്ഞിട്ടില്ല അഭിപ്രായം പറയുന്നത്. അത് ഹോസ്പിറ്റൽ അറ്റൻഡർ ജോലിയാന്ന് മോനെ. ഓ അപ്പൊ അച്ഛന് ജോലി കിട്ടുമല്ലേ? അത് ഉറപ്പായി കിട്ടും മോളെ. അമ്മ എന്നോടല്ലേ സംസാരിക്കുന്നത്, എന്നോടല്ലോ കേട് നീ അടക്കി വരെ അഭിപ്രായം പറയുന്നത്. എനിക്ക് എന്താണ് അഭിപ്രായം പറഞ്ഞൂടെ? നീ അങ്ങനെ പറയണ്ടല്ലോ അഭിപ്രായം. ഇവനെന്തോ അമ്മ പ്രശ്നം? എടാ ആടി നിർത്തടാ. അഭിപ്രായമൊന്നുമില്ലേ? അല്ലെങ്കിൽ നമ്മള് തമ്മിൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അച്ഛന്റെ അഭിപ്രായമല്ലേ നമ്മൾ നോക്കേണ്ടത്. അല്ല, നിങ്ങളുടെ അച്ഛൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു മക്കളെ. അതേ അഭിപ്രായം തന്നെ എനിക്കുള്ളൂ, അത്രേ ഉള്ളൂ. നിന്റെ അച്ഛൻ എന്താ അഭിപ്രായം പറഞ്ഞെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കടാ. എന്താ അഭിപ്രായം പറഞ്ഞേ? ജോലിക്ക് പോകുന്നില്ല. പോക്കെ ശരി. എവിടേക്ക് പോകണം, അവിടെ ഇരിക്കി. ഇനിയിപ്പൊ നമ്മളിവിടെ ഇരുന്ന അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛന് താല്പര്യം ഇല്ലെങ്കിൽ അച്ഛൻ ജോലിക്ക് പോകില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ അതിനാ നിങ്ങളെ വിളിച്ചത്. 4 പേരും ചേർന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛൻ ജോലിക്ക് പോകും. അമ്മ, അച്ഛൻ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോ എന്താ പറയാന്ന് അച്ഛൻ്റെ അടുത്ത്? നമ്മൾ അച്ഛന്റെ മനസ്സ് മാറ്റണം, അതല്ലേ? കറക്റ്റ്. അച്ഛന്റെ മൂത്ത മോളെന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. ഓഹോ, അച്ഛന്റെ പുന്നാര മോളെന്നുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞാൽ അച്ഛൻ എന്തായാലും കേൾക്കും. ഈ വീട്ടിലത്തെ ഏറ്റവും പൊന്നാരമോൻ ഞാനല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും കേൾക്കും. ഇതുപോലെ നിങ്ങൾ 4 പേരും ഒന്നിച്ച് പറഞ്ഞ അച്ഛൻ ഉറപ്പായിട്ടും ജോലിക്ക് പോകും. എങ്ങനെയുണ്ട്? ഞാൻ എന്തായാലും അച്ഛനെ നിർബന്ധിക്കാൻ പോകുന്നില്ല. അച്ഛൻ ഇഷ്ടമുണ്ടാ പോട്ടെ, ഞാൻ തന്നെ കയറി ഉന്തിത്തള്ളി വിടുന്ന. അവൻ പറഞ്ഞില്ലേ പറയണ്ട അമ്മ, ഞങ്ങള് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടെ അച്ഛനെ കൂടെ സമ്മതിപ്പിക്കും. ഞാൻ എന്നെ പണിക്ക് പോവാ, മാറടി. പോട്ടെ അമ്മ, നമുക്ക് സെറ്റാക്കാം. മക്കള് പറയത്തില്ലേ? പിന്നെ പറയാം. ഇതെങ്ങോട്ടേ വലിച്ചോണ്ട് പോണേ? അച്ഛൻ വാ. അച്ഛൻ ഇവിടെ ഇരിക്കേ. ഇവിടെ ഇരി. ശരി, ഇരുന്നു. ഓ പറ. അതെ, ഈ ജോലിക്ക് പോണതിനെ പറ്റി അച്ഛൻ എന്താ അഭിപ്രായം? ഓ, അപ്പൊ കേന്ദ്രത്തിൽ നിന്നുള്ള പരിപാടികളാണല്ലേ? അച്ഛൻ എന്താ ജോലിക്ക് പോയാ? എനിക്ക് പോകാൻ സൗകര്യമില്ല. അതെന്താണ് സൗകര്യം ഇല്ലാത്ത? എനിക്ക് വേറെ ബിസിനസ് ഉണ്ടെന്ന്, എനിക്ക് അതിന് പോയാൽ മതി. ഞാൻ ജോലിക്ക് പോകുന്നില്ല. അച്ഛ, ഈ ജോലിക്ക് പോയ റിയൽ എസ്റ്റേറ്റും ഈ ജോലിയും കൂടി ആയ നല്ല വരുമാനമായില്ലേ, എക്സ്ട്രാ ഇൻകം ആയി. ഇങ്ങനെയല്ലേ ആൾക്കാർ പൈസ ഉണ്ടാക്കണേ. ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് വന്നാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അമ്മയുടെ ഐഡിയ അല്ലേ? അതനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല. അച്ഛാ, സ്വന്തം ഇഷ്ടം മാത്രം നോക്കരുത്, ചുറ്റിനുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കണം. ഇത് ആരോടായി പറയുന്നേ? ഞാൻ കുറെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ സാധിച്ചോ?
എന്ത് ഇഷ്ടങ്ങള്? മകളോട് ഞാൻ PSC ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നീ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറിയില്ലേ? നിന്നോട് ഞാൻ ഒരു ജോലിക്ക് പോകാൻ പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് നീ കേട്ടോ? ആ രണ്ടുപേരാണോ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നത്?